ഹായ്, വെൽക്കം ടു ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചൺ ഇന്ന് എറണാകുളത്ത് സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഭാരത് മാതാ കോളേജിനടുത്ത് ചട്ടർ ബട്ടറിലാണ്. എന്താണെന്നല്ലേ, 18 തരം പാനിപ്പൂരി, ബേൽപൂരി, സാൻഡ്വിച്ച്, അങ്ങനെ ഒരുപാട് ഐസ് ടീ കണ്ടില്ലേ, കോൾഡ് കോഫി, അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള ഐറ്റങ്ങൾ, ഒരുപാട് സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടുന്ന ഒരു സ്ഥലത്താണ്. നല്ലൊരു സ്ട്രീറ്റ് ഫുഡ് പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ ഐറ്റംസൊക്കെ അകത്ത് കയറി നമുക്കൊരു പിടിപിടിക്കാം. ഓക്കെ, വാ. നമ്മളിപ്പോൾ ചട്ടർ ബട്ടറിൻ്റെ അകത്താണ്. ഇതിൻ്റെ അകത്ത് ചെയർസൊക്കെ ഒരു പ്രത്യേക രസമാണ്, ഒരു ഫ്രീക്ക് മൂഡാണ്. ഞാനൊരാളെ പരിചയപ്പെടുത്താം. ഇത് മിസ്റ്റർ ഹരിദാസ്, ഇവിടുത്തെ ഓണറാണ്. സാധാരണ ഞാൻ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാറാണ് പതിവ്. ഇത്തവണ നമുക്ക് കുറച്ച് ഏതാ ആദ്യം എടുക്കണ്ടേ? ഇതെടുത്തോളൂ, ദഹി ഗപാഗം. ദഹി ഗപാഗം എന്ന വേൾഡിൽ ഫസ്റ്റ് പാനിപ്പൂരി ബ്രാൻഡ് ചെയ്ത് ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ടാണ് ഇതിന് ഗപാഗം എന്നുള്ള പേര്. ഇപ്പൊ ഗപ്പാഗം നോർത്തിൽ ഇതാണ് അറിയപ്പെടുന്നത് ഗോൾഗപ്പ എന്നാണ്. ഗോൾഗപ്പ എന്നാണ് നോർത്തിൽ അറിയപ്പെടുന്നത്. നമ്മൾ ബേസിക്കലി ഗപ്പാഗം എന്ന് പറഞ്ഞാൽ പാനിപ്പൂരിയാണ്. പാനിപ്പൂരി ഇതിപ്പോ സ്റ്റഫ്ഡ് ആയിട്ടുള്ള പാനിപ്പൂരിയാണ്. അതാണ് ദഹി ഗപാഗം എന്നുള്ളത്. അപ്പൊ അതന്നെ ഒന്ന് കഴിച്ചു നോക്കുക എങ്ങനെയുണ്ട്. ഇതിനകത്തൊരു ബേസിക്കലി ഒരു 3 ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ് ഉണ്ട്, പുളിയുണ്ട്, പിന്നെ നമ്മുടെ വാക്ക് കൂടുതൽ എന്താ പറയുക, സലൈവ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള കുറേ ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടേസ്റ്റുകളുടെ ഒരു വേരിയേറ്റം തന്നെ നമ്മുടെ നാവിൻ്റെ മുമ്പത്ത് ഇങ്ങനെ നടക്കും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താ ഈ ചട്ടർ ബട്ടർ എന്നുള്ളതിൻ്റെ? ചട്ടർ ബട്ടർ എന്ന് പറഞ്ഞാൽ ശരിക്ക് ലൈറ്റ് ഫുഡ് എന്നാണ്, അതായത് ലഘുഭക്ഷണം എന്ന് പറയും. അപ്പോൾ നമ്മൾ നോർത്തിലൊക്കെ പറയും വെച്ചാൽ ചട്ടർപട്ട് കാക്കെ ഗർഭേനിയാണ് വെച്ചാൽ ചട്ടർപട്ടർ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രിക്കുള്ള മെയിൻ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലഘുഭക്ഷണം എന്നാണ് ചട്ടർപട്ടർ എന്നുള്ള മീനിങ് എന്നുള്ളത്. എത്ര തൊട്ട് എത്ര വരെ സെർവിങ് ആരംഭിക്കുന്നത്? സെർവിങ് ഞങ്ങൾ മോർണിംഗ് 10 മണിക്ക് ഞങ്ങൾ തുറക്കും. എന്നിട്ട് 1 മണിക്ക് സെർവിങ് തുടങ്ങിയിട്ട് രാത്രി 10 മണി വരെ സെർവിങ്. അതല്ലേ. ഇതിൽ എന്താണ് നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി? ഈ ഒരു കുറെ ഐറ്റംസ് ഉള്ളൂ. ഏതൊക്കെ ഐറ്റംസ് ആണ് നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയാവുന്നത്? ഞങ്ങളുടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റിനനുസരിച്ചുള്ള ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്തിൻ്റെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ദാബേലി പറഞ്ഞ അഹമ്മദാബാദിയ ദാബേലി പറഞ്ഞ ഐറ്റം ഉണ്ട്. ഗുജറാത്തിൽ കച്ചിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് ദാബേലി പറഞ്ഞിട്ടുള്ളത്. അതൊരു വെറൈറ്റിയാണ്. പക്ഷെ ഞങ്ങളുടെ ഇതിൽ ഏറ്റവും ഇവിടെ മൂവിങ് ആയിട്ടുള്ള ദഹി ഗപാഗം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ദഹി പാനിപ്പൂരി. പിന്നെ ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റാണ് ചാട്ടിസ. അതായത് പിസ്സ പ്ലസ് ചാട്ട് മിക്സ് ആയിട്ടുള്ള ഒരു പിസ്സയുടെ പോലത്തുള്ള വേറൊരു ഇതാണ്. അതിൽ തന്നെ 5 ഫ്ലേവേഴ്സ് ഉണ്ട്, 4-5 ഫ്ലേവേഴ്സ് ഉണ്ട്. തന്തൂരി ചാട്ടിസ, ഷെസ്വാൻ ചാട്ടിസ, കോൺ ചാട്ടിസ, ചില്ലി ആലു ചാട്ടിസ. ഇങ്ങനത്തെ ഇത് ഞങ്ങളുടെ വേറെ ഇന്ത്യയിൽ എവിടെയും കേരളത്തിൽ എവിടെയും ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ ഈ ഒരു ഐറ്റം കിട്ടില്ല. പിന്നുള്ളൊരു ഐറ്റമാണ് ബർഗീസ എന്നുള്ളത്. വെച്ചാൽ ഹാഫ് ബർഗറിൻ്റെ മുകളിൽ കുറേ ഇതെല്ലാം ഫില്ല് ചെയ്തിട്ട് വരുന്നുള്ളൊരു ഇതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഐറ്റം കഴിക്കണമെങ്കിൽ ചട്ടർ ബട്ടറിൽ മാത്രമാണ് കിട്ടുന്നത്. പ്രൊഡക്റ്റാണ്. അവസാനം ഇസ കൂട്ടിയിട്ടുള്ള പിസ്സ അല്ല, അവസാനം ചട്ടീസ പട്ടീസ എന്നൊക്കെ ഉള്ള ഇസാസ് കൂട്ടിയിട്ടുള്ള ഐറ്റംസ് കഴിക്കണമെങ്കിൽ ഇവിടെ തന്നെ. തീർച്ചയായിട്ടും. ഞാനിവിടെ കയറി വന്നപ്പോഴേ ഒരു ഫ്ലെക്സിൽ കണ്ടു ഒരുപാട് സ്റ്റേറ്റുകളുടെ പേര്, ഒരുപാട് സ്ഥലങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും കാരണം വെച്ചാൽ അത്രയും സ്ഥലത്ത് ഞങ്ങൾ സ്റ്റാർട്ടഡ് ഇൻഡോർ തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ്. അപ്പോൾ സ്റ്റാർട്ടഡ് ഇൻഡോർ സെർവിങ് ഇന്ത്യ എന്നുള്ളതാണ് ഞങ്ങളുടെ സ്ലോഗൻ ഉള്ളത്. അപ്പോൾ വെച്ചാൽ ഇൻഡോറിൽ നിന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ, ഗോവ, ഓകെ 30 സ്ഥലത്തുണ്ട് ഓൾ ഓവർ ഇന്ത്യ. കേരളത്തിൽ ഇത് ഫസ്റ്റ് ഷോപ്പാണ് കൊച്ചിയിൽ. കേരളത്തിലെ ഫസ്റ്റ് ഷോപ്പ്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ബേൽസ് ആൻഡ് ചാറ്റ്സിൻ്റെ ഇങ്ങനെ ഒരു ഷോപ്പ് എവിടെയില്ല, എസ്പെഷ്യലി കൊച്ചിയിലും ഇല്ല. നമുക്കിനി പതുക്കെ ഓരോന്നും തീർച്ചയായിട്ടും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് മേക്കിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ ശരി. നമ്മൾ മുംബൈയ സുക്ക ബേൽ എന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള ബേലാണ്. അതിന് വേണ്ടിയിട്ട് മിസ്റ്റർ ഹരിദാസ് ആണ് നമുക്ക് മുംബൈയ സുക്ക ബേൽ നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. നമുക്കപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം അല്ലേ? മണി അടിച്ച് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. മണി അടിച്ചിട്ടുണ്ട്, തുടങ്ങിക്കോളൂ. ആദ്യമായിട്ട് കുറച്ച് ഉള്ളി നമുക്ക് കട്ട് ചെയ്യണം. ആയിക്കോട്ടെ. ഇനി കുറച്ച് പച്ചമുളക് എത്ര വേണം? പച്ചമുളക് 2 എണ്ണം മതി.
പിന്നെ ഇനി കുറച്ച് റോ മാംഗോസ്. ഓക്കെ. റോ മാംഗോസ് ഇത് ഏത് മാങ്ങയാണ്? ഇത് സാധാരണ നാടൻ മാങ്ങ. ഇനി കുറച്ച് തക്കാളി വേണം. ടൊമാറ്റോ എനിക്ക് ഫുൾ ഇതിലേക്ക് വേണ്ട, ഹാഫ് മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഇത് വേണം, ലെമൺ അല്ലേ? ലെമണിൻ്റെ ജ്യൂസ് നമ്മളിതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം മുംബൈ സുക്കബേലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് തക്കാളി, മാങ്ങ, പച്ചമുളക്, സബോള, പിന്നെ മാഷ് ചെയ്ത പൊട്ടറ്റോ. അതായത് പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ച് ഇതിന്റെ ഒരു സീക്രട്ട് മസാല. സീക്രട്ട് പുറത്ത് പറയില്ല, സീക്രട്ട് വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ പറയില്ല. പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്ത് അതിന് ശേഷം അതിനകത്ത് മസാല മിക്സ് ചെയ്യുന്നതാണ്. അതിങ്ങനെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഗ്രീഡിയൻസ് എല്ലാം കഴിഞ്ഞു. ദെൻ ഇനി നമ്മൾ മിക്സിങ്ങിലേക്ക് ഇറങ്ങാം. ഓക്കെ. ഇതിനകത്ത് ഓൾറെഡി കമ്പനിയിൽ നിന്ന് വരുന്ന സംഭവമാണ്. അതിനകത്ത് പൊരിയുണ്ട്, അതിൻ്റെ കൂടെ വേറെ കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട്. ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇടാം. മിക്സ്. ഓക്കെ. ഇനി അതിൽ ഞങ്ങളുടെ ഈ മസാല, വേറൊരു മസാലയുണ്ട് ഇതിലേക്ക് മാത്രമായിട്ടുള്ള മസാലയാണ്. മുംബൈയ സുക്കാബേലിൻ്റെ സ്പെഷ്യൽ മസാലയാണ്. സ്പെഷ്യൽ മസാലയാണ് മുംബൈയ സുക്കാബേൽ. ഇനി നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി, റോ മാംഗോസ്, പച്ചമാങ്ങ കട്ട് ചെയ്ത് വെച്ചത്, പച്ചമുളക്, ഉള്ളി, ഇത് അതിലേക്ക് നമ്മൾ ഇടാം. പിന്നെ ഇനി അതിൽ നമ്മൾ ലെമൺ വേണം, ലെമൺ ജ്യൂസ് ഉണ്ട്. ഇനി പിന്നെ അതിൽ ഗ്രീൻ ബേൽ ചട്നി ഡ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് അവിടുന്ന് വരുന്ന മസാലയാണ്. ബേൽ ചട്നി ഡ്രൈ, ഇത് 2 സ്പൂണ് അതിലേക്ക് ഇടണം നമ്മൾ. ഇനി അതിനെ ജസ്റ്റ് മിക്സ് ചെയ്യണം. ഇത്തരം സാധനങ്ങളിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ? നന്നായിട്ട് മിക്സിംഗ് യൂണിറ്റാണ്, ഹാൻഡ് മിക്സിംഗ് യൂണിറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, നന്നായി ശക്തിയായിട്ട് അടിക്കണം, എല്ലാം മിക്സ് ആവണം നന്നായിട്ട്. മതി. ഇനി അതിനെ നമ്മൾ നമ്മുടെ ഈ സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് ഇടാം. അതിനുശേഷം നമ്മൾ ഈ സേവ് ഉണ്ട്, സേവ് ഇതിൽ നമ്മൾ ടോപ്പിംഗ് ആയിട്ട് സേവ് അതിനിട്ടതിന് ശേഷം ഈ മല്ലിയുടെ ഇല ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ടോപ്പ് ചെയ്ത് വെച്ചു. ഇപ്പം മുംബൈയ സുക്കാബേൽ റെഡി ആയിട്ടുണ്ട്. അതെ, മുംബൈയ സുക്കാബേൽ റെഡി. സ്റ്റൈലായിട്ടുണ്ട്. നല്ല രസമുള്ള ടേസ്റ്റാണ്. ഇച്ചിരി പുളി മുന്നോട്ടുണ്ട്. പുളിയാണ് ഇതിൻ്റെ ബേസിക് ടേസ്റ്റ് അല്ലേ? അപ്പം അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. ഞാനിത് കഴിച്ചോണ്ടിരിക്കാം. ഇതാണ് ചനാചോറിന്റെ സംഭവം. ഇത് കണ്ടിട്ടേ എന്തോ സാധനം അടിച്ചു വരുത്തിയ പോലെ. ഇത് ആക്ച്വലി കറുത്ത കടലില്ലേ, നമ്മൾ പുട്ടും കടലിലെ കടല, ആ കടലിനെ പ്രോസസ് ചെയ്തിട്ട് അതിനെ ക്രഷ് ചെയ്തിടാം. ക്രഷ് ചെയ്ത കടല ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഈ പുളിപ്പ് കൂടുതൽ ഇഷ്ടമുള്ള ടാങ്കി ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ അത് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാവുന്നുള്ളൊരു ഐറ്റമാണ്. ഉള്ളി, കുറച്ച് പച്ചമുളക്, പിന്നെ തക്കാളി, ചെറുനാരങ്ങയുടെ നീര്. അപ്പൊ ഇനി നമ്മൾ ഈ ബൗളിലേക്ക് വീണ്ടും ഇതിനകത്ത് ഇടുന്നു. ബൗൾ റെഡിയാണെങ്കിൽ ഇത് അതിലേക്ക് ഇടാം. മസാല ഇട്ട് കഴിഞ്ഞു. മസാല ഇട്ടതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത് അതിലേക്ക് ഇടുന്നു. പിന്നെ നമ്മുടെ സീക്രട്ട് റെസിപ്പി ഇതിൻ്റെ ചണാചോറ്. അപ്പോൾ ഞാൻ ഈ റെസിപ്പി മസാല ഇതിലേക്ക് ഇടുന്നു. ഓക്കെ, മസാല ഇട്ടതിന് ശേഷം നമ്മൾ ചെറുനാരങ്ങ ഒരു ഹാഫ് ഇതായിട്ടുള്ളത്
ഇനി അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യണം. ഓക്കെ, മിക്സിങ് ഞാൻ ഏറ്റു. ഇനി അതിനെ സെർവ് ചെയ്യാം അല്ലേ? ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണത്. മസാല ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഞങ്ങൾ തരില്ല അത്. ഇനി ഇതിലേക്ക് നമ്മൾ സേവ് മിക്സ് ചെയ്യണം. കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ചണാചോറ് റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ചണാചോറ് പുള്ളിയുടെ കോമ്പിനേഷനാണ്, അതുകൊണ്ട് തന്നെ സംഭവം ചോറായിട്ട്. കാരണം ഇതിങ്ങനെ നാവിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഒരു എന്താ പറയുക 100 ലിറ്റർ വെള്ളം അകത്ത് പ്രോസസ്സായി കഴിഞ്ഞു, സുമിനീര് വന്നു കഴിഞ്ഞു. അപ്പം പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ചണാചോറ് നല്ല ജോറായിട്ട് കഴിക്കാം. ഇതായത് പോലെ അപ്പം പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ചണാചോറ് സംഭവം ചോറായിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് തിരികെ പോവാം. അടുത്ത് ഞങ്ങളുടെ ഒരു ചോക്ലേറ്റ് ഗപ്പാഗപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് ഗപ്പാഗപ്പ്, അതുവരെ ചണാചോറ്.